വെൽക്കം ബാക്ക് ടു ഷീനൂസ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് പ്രോഡക്റ്റ്സ് സെയിലിനാണിട്ടുള്ളത്. ഇത് ഒരു പ്രൊമോഷൻ വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ആവശ്യമുണ്ടെങ്കിൽ ഇതിൽ നമ്പർ കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം അല്ലേ. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് ഷീനക്കാരുടെ വീട്ടിലേക്ക് ഒരു ഗസ്റ്റായിട്ട് വന്നതാണ്. അപ്പോഴാണ് ഒരു വ്ളോഗൊക്കെ ചെയ്യുന്ന ഒരാളെ നമ്മൾ അറിഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കുറച്ച് ഉൽപ്പന്നങ്ങൾ ഞങ്ങൾ ഇവിടെ ഒന്ന് ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ തന്നെ എല്ലാവരും ഇത്തരമായിട്ട് കോൺടാക്ട് ചെയ്യണം. കോൺടാക്ട് നമ്പറൊക്കെ നമുക്ക് കൊടുക്കുന്നതാണ്. അപ്പോൾ ഒന്നുമില്ല, നമുക്കറിയാൻ പറ്റും. നമുക്ക് ഇപ്പോൾ ഡയറക്റ്റ് മാർക്കറ്റിംഗിലുള്ള കമ്പനിയുടെ കുറച്ച് ഉൽപ്പന്നങ്ങളാണ്. പ്രൊഡക്ട്സ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും ഇതെല്ലാം വീട്ടിലുള്ള സാധനങ്ങളാണ്. കുറച്ച് ഹെർബൽ ഉൽപ്പന്നങ്ങളാണ്. ആയുഷ് പ്രീമിയം സർട്ടിഫൈഡ് ആയിട്ടുള്ള കുറച്ച് ഉൽപ്പന്നങ്ങളാണ്. നമുക്കറിയാം ആയുഷ് പ്രീമിയം എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അംഗീകാരത്തോടെ ഉൽപ്പന്നങ്ങൾക്ക് കിട്ടുന്ന ഒരു സർട്ടിഫിക്കേഷനാണ് ആയുഷ് പ്രീമിയം സർട്ടിഫിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിലുള്ള കുറച്ച് ഉൽപ്പന്നങ്ങളാണ്. ഫസ്റ്റ് ഞാൻ പറയുന്നത് ഹെർബൽ ടൂത്ത് പേസ്റ്റ് ആണ്. പല്ല് സംബന്ധിച്ചിട്ടുള്ള പ്രശ്നങ്ങൾക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഹെർബൽ ടൂത്ത് പേസ്റ്റ് ആണിത്. ഇത് നമുക്ക് 3 ടൈപ്പിലായിട്ട് വരുന്നുണ്ട്. അതിലുള്ള ഒരു ഐറ്റാണിത്. പല്ല് വേദന, പല്ല് പൊളിപ്പ്, പല്ലിൻ്റെ കറ, വായനാറ്റം, പല്ല് സംബന്ധിച്ചിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള വാണിങ്സ് ഇല്ലാത്തൊരു പേസ്റ്റാണ്. അത് നമ്മൾ ഇന്ന് നോക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ പേസ്റ്റിലും വാണിങ്സ് വരുന്നുണ്ട്. നമ്മുടെ പേസ്റ്റിൽ തന്നെ വാണിങ്സ് ഇല്ല. അതായത് നമുക്ക് ചെറിയ ഉണ്ണികൾ മുതൽ പ്രായമായിട്ടുള്ളവർ എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ്. ചെറിയൊരു അംശം പോലും ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാലും പ്രശ്നം ഇല്ല എന്നുള്ളതാണ്. അങ്ങനെ വാണിങ്സ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കാം. എല്ലാ പേസ്റ്റിലും വാണിങ്സ് ഉള്ള സമയത്ത് നമുക്ക് അതുപോലെ തന്നെ എഴുതിയിട്ടുണ്ട് കുട്ടിയുടെ വയറ്റിലേക്ക് പോകാൻ പാടില്ല. അഥവാ പോയിട്ടുണ്ടെങ്കിൽ ഡോക്ടേഴ്സിനെ കാണിക്കണമെന്ന്. ഈ വാണിങ്സ് അധികമായിട്ടുള്ള പേസ്റ്റിൽ യൂസ് ചെയ്യുന്ന സമയത്ത് അൾസർ, ക്യാൻസർ പോലുള്ള രോഗങ്ങളായിട്ട് മാറുന്നതാണ്. അപ്പം അതിനൊക്കെ സംബന്ധിച്ചിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു വാണിങ്സ് ഇല്ലാത്തൊരു പേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും യൂസ് ചെയ്യുക. അത്രയ്ക്കും നല്ലതായിട്ടുള്ളൊരു പേസ്റ്റാണ്. പല്ലിനെ സംബന്ധിച്ചുള്ള പ്രശ്നമുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. സോപ്പ്, അതായത് ഗ്ലിസറിൻ കണ്ടന്റ് ഉള്ള സോപ്പാണ്. ഇപ്പോൾ സ്കിന്നിൻ്റെ പ്രശ്നങ്ങൾക്കൊക്കെ നമ്മളിപ്പോൾ ഡോക്ടേഴ്സിനൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഗ്ലിസറിൻ കണ്ടന്റ് ഉള്ള സോപ്പുകളൊക്കെ നമുക്ക് തരും. അതുപോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ്. ഇപ്പോൾ പല ഫ്ലേവറിലായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ അതിൽ പെട്ടിട്ടുള്ള ഒരു നീമിൻ്റെ, അതായത് കഴിക്കണ വേപ്പിനെല്ലാം അതുവെച്ചാൽ സ്കിന്നിൻ്റെ പ്രശ്നങ്ങൾക്ക്, ചൂടുകുരുവിൻ്റെ പ്രശ്നങ്ങൾക്കൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ളതാണ്. ഇപ്പോൾ കുട്ടികൾക്ക് മുതിർന്നവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് ഫേസിലൊക്കെ അപ്ലൈ ചെയ്യാം. ഫേസ് വാഷ് ആയിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. കളർ വെക്കാൻ നല്ലതാണ്. അതുപോലെ തന്നെ നമുക്ക് മുതൽ മുഖക്കുരു, കലാപ്പാട് കാര്യങ്ങൾ, ശരീരത്തിലെ ചൊറിച്ചിൽ, ചൂടുകുരുവിൻ്റെ പ്രശ്നങ്ങൾ, അങ്ങനെ എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു സോപ്പാണ്. എല്ലാവരും മേടിച്ച് യൂസ് ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഒരു ഇൻഹേലറാണ്. അതായത് അലർജിക്കാർ, എപ്പോഴും തുമ്മിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ നമുക്ക് ജലദോഷം, തുമ്മൽ, മൂക്കടപ്പ്, തലവേദന, അങ്ങനെ മൊത്തത്തിൽ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ളൊരു ഐറ്റമാണ്. ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയൊരു അത്തറ് പോലുള്ളൊരു ഐറ്റമാണിത്. നമുക്ക് എടുക്കാം. ജസ്റ്റ് കയ്യിലോട്ട് ജസ്റ്റ് ഒന്ന് കൊടുത്തിട്ട് 2 കണ്ടിട്ട് റബ്ബ് ചെയ്യാം. അത് നമുക്ക് മൂക്കിന് തട്ടാതെ, സ്കിന്നിൽ തട്ടാതെ തന്നെ നന്നായിട്ട് ബ്രീത്ത് എടുത്തിട്ട് വായിലൂടെ പുറത്തേക്ക് വിടാം. പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു ഐറ്റമാണ്. ജലദോഷം, തുമ്മൽ, മൂക്കടപ്പ്, തലവേദനയൊക്കെ ഡയറക്റ്റ്ലി തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ഉൽപ്പന്നമാണ്. ചെറിയ ഉണ്ണികളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് നമുക്ക് ആവി കൊള്ളാൻ നമുക്ക് ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും മടിയാണ്. അപ്പം അതിനൊക്കെ തന്നെയായിട്ട് നമുക്കിത് ജസ്റ്റ് ഹാൻഡ് ബാഗിലോ പോക്കറ്റിലൊക്കെ വെച്ച് പുറത്ത് പോകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റും. നന്നായിട്ട് ഓർഡർ വരുന്ന ഒരു ഐറ്റം കൂടിയിട്ടാണിത്. എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള, ചെറിയ കുട്ടികൾക്ക് വരെ യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ സ്കിന്നിൽ തട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നമുള്ളതല്ല. ഇതിൻ്റെ ഗ്യാസ് ഉള്ളത് കൊണ്ട് തന്നെ ആ സമയത്തും അത് ചെറുതായിട്ട് നീറ്റിൽ പോലെ ഉണ്ടാവും. പ്രശ്നമുള്ളതൊന്നുമല്ല. യൂക്കാലിക്സ്, അതുപോലെ തന്നെ തുളസി നീര്, പനിക്കുക്കടൽ, അതൊക്കെ മെയിൻ കണ്ടന്റ് ആയിട്ട് വന്നിട്ടുള്ളത്. അവിടെ എല്ലാവരും മേടിച്ച് യൂസ് ചെയ്ത് നോക്കാം. പിന്നെ അതേപോലെ നമുക്ക് അടുത്ത ഐറ്റം എന്ന് പറയുന്നത് നമുക്കൊരു ഫേസ് വാഷാണ്. 3 in 1 എന്നാണ് ഇതിൻ്റെ പേര്. അലോവേരയുടെ കണ്ടന്റായിട്ട് വന്നിട്ടുള്ളതാണ്. നമുക്ക് സ്കിന്നിലൊക്കെ നമുക്ക് ഓയിലി സ്കിന്നിലേക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. അതുപോലെ മുഖക്കുരു, കലാപ്പാട്, അങ്ങനത്തെ നല്ല റിസൾട്ട് ആയിട്ടുള്ള ഐറ്റമാണ്. അതുപോലെ ഡ്രൈ സ്കിന്നുള്ള ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഫേസ് വാഷാണ്. അത് വേറെ ഐറ്റമാണ്. ഇത് ഓൾ സ്കിൻ ടൈപ്പിന് യൂസ് ചെയ്യാം. അതുപോലെ ഡ്രൈ സ്കിന്നാണ് ഏറ്റവും കൂടുതലായിട്ട് കൊടുക്കുന്നത്. അതുപോലെ നമ്മുടെ എലമെൻസിൻ്റെ തന്നെ ഒരു ക്രീം, എന്നുവെച്ചാൽ നമുക്ക് സൺസ്ക്രീന് പോലായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ്. ചെറിയ കുട്ടികൾക്ക് മുതിർന്നിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഇത് ആയുർവേദമാണ്. ഇതൊന്നും സൈഡ് എഫക്റ്റോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതാണ്. എല്ലാവരും യൂസ് ചെയ്യുക. അത് മൊത്തം വെള്ളാമിച്ച് കളർന്നല്ല ഉദ്ദേശിക്കുന്നത്. നമുക്ക് മുഖത്തുള്ള പാട് കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് സൺസ്ക്രീൻ കൂടിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് സൺ പ്രൊട്ടക്ഷൻ കൂടിയിട്ടുള്ളതാണ്. എല്ലാവരും യൂസ് ചെയ്ത് നോക്കുക. അതുപോലെ നമുക്ക് ഡാൻഡ്രഫിൻ്റെ ഷാമ്പു വരുന്നുണ്ട്. അതുപോലെ കംപ്ലീറ്റ് കെയർ ഷാമ്പു വരുന്നുണ്ട്. ഈ താരൻ്റെ പ്രശ്നങ്ങൾക്കായിട്ടുള്ളതാണ് ഇപ്പോൾ ഈ ഒരു ഷാമ്പു എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വേറെ ടൈപ്പ് ഷാമ്പു നമുക്ക് വരുന്നത് ഇതിൽ ഡിസ്പ്ലേ ചെയ്തിട്ടില്ല. വേറെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മൊത്തത്തിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ടുള്ളതാണ്. അപ്പോൾ താരൻ്റെ പ്രശ്നമില്ലാത്ത ആൾക്കാർക്ക് നോർമലി യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഷാമ്പു ആണ്. അതുപോലെ പെൻഷനിലേക്ക് കൂടുതലുള്ള ആൾക്കാർക്കാണെന്നുണ്ടെങ്കിലും നല്ലതായിട്ട് റിസൾട്ട് കിട്ടുന്ന റേറ്റാണ്.
ഷാമ്പൂവിൻ്റെ കൂടെ തന്നെ യൂസ് ചെയ്യാൻ പറ്റുള്ള ഒരു ഹെയർ ഓയിലും കൂടി തന്നെ അകാലനര, മുടി കൊഴിച്ചിൽ, താരൻ്റെ പ്രശ്നങ്ങൾ, മുടി ഉള്ളിലായ്മ അങ്ങനെയൊക്കെയായിട്ട് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ളതാണ്. ചെറിയ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ യൂസ് ചെയ്യാം, ഡാർക്ക് യൂസ് ചെയ്യാം. ഇത് ഇത്ര സമയമൊന്നുമില്ല, നമുക്ക് കുളിക്കുന്നതിന് മുന്നേ യൂസ് ചെയ്യാം, കുളി കഴിഞ്ഞിട്ടും ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഹെയർ ഓയിലാണ്. ബദാം ഓയിൽ, ഒലിവ് ഓയിലൊക്കെ ഇതിന് മെയിൻ കണ്ടൻറ്റായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ഐറ്റമാണ്. ഇതൊരു വൂണ്ട് ഹീലിംഗ് ക്രീം, അതായത് കുഴിനകം, കാലിപ്പിച്ച് വിണ്ടുകറിൽ, വളങ്കടി, തീ പൊള്ളിയാൽ, മുറിവ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ളൊരു വൂണ്ട് ഹീലിംഗ് ക്രീമാണ്. ചിലപ്പോൾ മുറിവ് കാര്യങ്ങൾക്ക് നമുക്ക് ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ വെക്കാൻ പറ്റിയിട്ടുള്ളൊരു ഐറ്റം. ഒരു വീടായി കഴിഞ്ഞാൽ എപ്പോഴും വീട്ടിൽ വേണ്ട ഒരു ഐറ്റമാണ്. പെട്ടെന്ന് കുട്ടികളൊക്കെ ഒരു വീഴ്ചയോ കാര്യങ്ങളൊക്കെ മുറിവോ കാര്യങ്ങളോ പൊള്ളലൊക്കെ ഉണ്ടായി കഴിഞ്ഞാലും പെട്ടെന്ന് നമുക്ക് ഉണക്കം വരാനും ആ ഒരു പാടേ ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു മാജിക്കലായിട്ടൊരു ക്രീമാണ്. അതേപോലെ തന്നെ ഒരു കഫ് സിറപ്പ്, നമുക്ക് ആളിലടക്കം തുളസി, ഇഞ്ചി, പനിക്കുറുക്കടൽ ഇതൊക്കെ മെയിൻ കണ്ടന്റ് ആയിട്ട് വരുന്നത്. അതൊക്കെ ആയുഷ്ക്രീം സർട്ടിഫൈഡ് ആണ്. ഇതൊന്നും മരുന്നേ ഇല്ല, അതൊക്കെ വെൽനെസ് ഉൽപ്പന്നങ്ങളാണ്. അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് ആർക്കും യൂസ് ചെയ്യാം. ചെറിയ ഉണ്ണികൾ മുതൽ പ്രായമുള്ളവർ കൊടുക്കാൻ പറ്റിയിട്ടുള്ളതാണ്. ഷുഗർ പേഷ്യൻസ് ഉണ്ടെങ്കിൽ പോലും അവർക്കടക്കം കൊടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ഉൽപ്പന്നമാണ്. സിറോഡിൻ്റെ കണ്ടന്റോ ആൽക്കഹോളിൻ്റെ കണ്ടന്റോ വരുന്നില്ല. നമ്മൾ ഇംഗ്ലീഷ് മരുന്ന് നോക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരുപാട് കഫ് സിറപ്പുകൾ തന്നെ ബാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമുക്കിതിൽ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള സിറോഡിൻ്റെ കണ്ടൻറ്റോ ആൽക്കഹോളിൻ്റെ കണ്ടൻറ്റോ ഇല്ലാത്തതായിട്ടുള്ളൊരു കഫ് സിറപ്പാണ്. ധൈര്യമായിട്ട് ആർക്കും കൊടുക്കാം. കഫ് നന്നായിട്ട് പുറം തള്ളി പോകാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു കഫ് സിറപ്പാണ്. ഞാൻ ഈ ഒരു വീഡിയോ 2 പാർട്ടായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ്സ് വല്ലതും ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്പറായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യാൻ ആരും മടി കാണിക്കരുത്. അപ്പോൾ ബൈ ബൈ, താങ്ക് യു.